സംസ്ഥാനത്തെ ഏറ്റവും വലുതും വോട്ടർമാരുടെ വർധനവുമുള്ള വാർഡായി ആറളം ഫാം പുനരധിവാസ മേഖല. പുതിയ വോട്ടർ പട്ടിക പൂർത്തിയാകുന്നതോടെ 5000-നും 6000-നും ഇടയിലാകും വോട്ടർമാരുടെ എണ്ണം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബറിൽ നടത്താനായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2967 വോട്ടർമാരാണ് ആറളം ഫാം പുനരധിവാസ മേഖല ഉൾപ്പെടുന്ന ഒറ്റ വാർഡിലുള്ളത്. പുതിയ കൂട്ടിച്ചേർക്കൽ കൂടിയാകുമ്പോൾ 5500-നും 6000-നും ഇടയിലാകും വോട്ടർമാരുടെ എണ്ണം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയും കീഴ്പള്ളി, പുതിയങ്ങാടി, പരിപ്പുതോട് തുടങ്ങിയ പ്രദേശവും കൂടിയതാണ് നിലവിലെ 6ാം വാർഡ്. 2015-ന് ശേഷം 18 വയസ്സ് പൂർത്തിയായവരെ കൂടി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇതുകൂടിയാകുമ്പോൾ പഞ്ചായത്തിലെ വോട്ടർമാരുടെ 1/4 വോട്ടർമാർ ഈ വാർഡിൽ മാത്രം ഉണ്ടാകും. വാർഡ് വിഭജനം നടന്നില്ലെങ്കിൽ ഭരണ പ്രതിസന്ധിയിലാകും ഈ മേഖലയെന്ന് പ്രദേശവാസികൾ പറയുന്നു. കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുനരധിവാസ മേഖലയിൽ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് വോട്ടർമാരെ ചേർത്തിരുന്നത്. എന്നാൽ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വോട്ടർ പട്ടികയ്ക്കകത്ത് വോട്ടർമാരെ കൂട്ടിച്ചേർക്കുന്നത് ഓൺലൈൻ മുഖാന്തരമാണ്. എത്ര കണ്ട് ഓൺലൈൻ മുഖാന്തരം വോട്ടർമാരെ ഈ പ്രദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്കയിലാണ് രാഷ്ട്രീയ പ്രവർത്തകരും എന്നുള്ളത് കൂടി നാം കാണണം. ആദിവാസി പുനരധിവാസ മേഖല മാത്രം 4 വാർഡ് ആക്കാനുള്ള ജനസംഖ്യയും ഭൂവിസ്തൃതിയുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസി മേഖലയിൽ മാത്രം 3 ബൂത്ത് പ്രവർത്തിച്ചിരുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ആദിവാസികളുടെ വോട്ട് ചേർത്തത്. ഇതുപോലെ പഞ്ചായത്ത് വോട്ടർ പട്ടികയിലും പേര് കൂട്ടിച്ചേർക്കാൻ നടപടി വേണമെന്നാണ് ആദിവാസികൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളും ഈ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. ഷിൻഡോ തോമസ്, കണ്ണൂർ വിഷൻ, ഇരിട്ടി.